മോർണിംഗ് ഗൈസ്. ഡേ 2 ഇൻ വയനാടാണ്. കൃത്യം 6 മണിയായപ്പോഴത്തേക്കും എണീറ്റു. സമയം ഇപ്പോൾ 6:15 6:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. തിരുനെല്ലി അമ്പലത്തിലോട്ടാണ് കേട്ടോ ആദ്യം പോകുന്നത്. അധികം ടൂറിസ്റ്റുകൾ വരാത്ത സ്ഥലം നോക്കിയാണ് ഞങ്ങൾ പോകാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ തിക്കും തിരക്കും ഒക്കെ ആണെങ്കിൽ നമുക്കത് നേരെ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. മാത്രമല്ല നമ്മൾ ഇവിടുത്തെ റോഡും അതുപോലെ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സജിനും കൂടെ ഇറങ്ങിയാൽ മതി. സജിൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കിടക്കുന്ന മുതലാണ് രാവിലെ എണീറ്റത്. എല്ലാവരെയും കുത്തി എണീപ്പിച്ചത് ഇവനാണ്. ഇന്നെന്തോ നമ്മുടെ പരിപാടി? നമ്മൾ ആദ്യം നേരെ അമ്പലത്തിലോട്ടാണ് പോണേ. തിരുനെല്ലി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മാനന്തവാടിയിലാണ് പഴശ്ശിരാജയുടെ ശവകുടീരമുള്ളത്. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി പോകും. പോണ വഴിക്ക് കുറുവാദ്വീപ് ഉണ്ട്. അപ്പൊ അവിടെ കൂടെ ഒന്ന് കണ്ട് അതും കവർ ചെയ്തിട്ട് സുൽത്താൻ ബത്തേരി മുത്തങ്ങ എന്നിട്ട് നേരെ തിരിച്ച് റൂമിൽ വരും. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ പ്ലാൻ. ഓൾറെഡി അത് എനിക്ക് തോന്നുന്നു 150 കിലോമീറ്റർ ഉണ്ട്, 150 കിലോമീറ്ററോളം ഉണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്തിട്ട് വരുന്നതെന്നനുസരിച്ചിരിക്കും അടുത്ത സ്ഥലം നമ്മൾ നോക്കുന്നത്. എന്തായാലും വൈകിട്ടാകും നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ വൈകിട്ട് റൂമിലോട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പുറത്താണ്. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങാൻ പോവാണ് കേട്ടോ. 42 കിലോമീറ്റർ ഉണ്ട് കേട്ടോ തിരുനെല്ലി. അപ്പോൾ രാവിലെ ചെറിയ രീതിക്ക് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തു വെച്ചു. അഥവാ ഇനി മഴ കൂടുകയാണെങ്കിൽ നമുക്ക് എടുത്തിടാം. 6:40 ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 10 മിനിറ്റ് ലേറ്റ് ആയേ ഉള്ളൂ. ഇത്തവണ ഭയങ്കര പഞ്ച്വാലിറ്റി ആയിരുന്നു. രാവിലെ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോടയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ തണുപ്പുണ്ട്. രാവിലെ കടകളൊന്നുമില്ല കേട്ടോ, എല്ലാം തുറന്നു വരുന്നേ ഉള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ, പടിഞ്ഞാറെത്തറ ബസ് സ്റ്റാൻഡാണത്. രാവിലെ എങ്ങനെ ആഹാരം കഴിച്ചിട്ട് കയറുന്നോ? കഴിച്ചിട്ട് പോവാ. കാട്ടിലോട്ടാ പോകുന്നത്, ഒന്നും കിട്ടത്തില്ല. അവസാനം മൂപ്പന്റെ വീട്ടിൽ നിന്ന് മുളകും ചവിടിയതും കപ്പയും തിന്നിട്ട് പോകേണ്ടി വരും. ഫുള്ള് പച്ച മയമാണല്ലോ. കാട്ടിലോട്ട് പോകുന്നുണ്ടാണോ? അഥവാ ആന ഓടിച്ചാലും കാട്ടിൻ്റെ ഇടയിൽ കയറിയാൽ അറിയരുത്. ഫുൾച്ചാടി. രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര സൈലൻസ് അല്ലേ. നമ്മളവിടെയൊക്കെ അലപ്പും ബഹളവും ഒക്കെയാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വണ്ടികളും കുറവാണ്. റോഡ് കുറച്ച് മോശമാണ് കേട്ടോ, ഫുൾ ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. മഴ കൂടുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. കാരണം റെയിൻകോട്ടും കാര്യങ്ങളും എല്ലാം കൂടെ ശ്രീഹരിയുടെ ബാഗിലാണ് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ 3 പേരുടെ റെയിൻകോട്ടും അവൻ്റെ ബാഗിനകത്താണ്. അവൻ വിട്ടുപോയാൽ റെയിൻകോട്ട് ഇല്ലാതെ പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അവനെ പോലും റെയിൻകോട്ട് ഇടിച്ചില്ല, ഒരുമിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അവൻ അങ്ങ് വിട്ടുപോകും. അതാകുമ്പോൾ മഴ കൂടുമ്പോൾ അവൻ ഇടാൻ വേണ്ടി നിർത്തുമല്ലോ, അപ്പോൾ നമുക്ക് വിടാം. മഴ കൂടുന്നു. നിങ്ങളാരെങ്കിലും നീല ക്രിസ്മസ് പാപ്പയെ കണ്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഒരു മറ്റേ മാഷ്മല പോകുന്ന പോലെ ഇങ്ങനെ പോകും ശ്രീഹരി. ബേമാക്സ്. മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഒരു പച്ചപ്പൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തിരുനെല്ലി അമ്പലത്തിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും അവിടെ തൊഴാൻ വരുന്നതല്ലേ. നമ്മളങ്ങനെ മാനന്തവാടി ഗ്രാമപഞ്ചായത്തിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനർജി ഇല്ല, ഭയങ്കര വീക്കായിട്ട് തോന്നുന്നു. 20 minutes later. അങ്ങനെ നമ്മൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പവും ഗ്രീൻ പീസും ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. ഇനി നമുക്ക് ടോട്ടൽ 25 കിലോമീറ്ററാണ്. അതിലൊരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാട്ടിലോട്ട് കയറും. കുറച്ച് അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ളൊരു കാട്ടിലോട്ട് കയറും. പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള 15 കിലോമീറ്റർ കാട്ടിൽ കൂടെയാണ്. ഇത് നമ്മുടെ മൈസൂർ റൂട്ടാണ് കേട്ടോ. അതായത് മൈസൂറിന് 110 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. ഒരു 3 മണിക്കൂർ വെച്ച് പിടിച്ചാൽ നമ്മൾ മൈസൂരെത്തി. മൈസൂർക്കുള്ള ഫാസ്റ്റ് പാസഞ്ചറും കിടപ്പുണ്ട്. ആഹാ, അത് ഫോറസ്റ്റ് ഓഫീസറാണ് കേട്ടോ. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്ന ഫെൻസൊക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ടോ. അവിടെ ഇടത് സൈഡിൽ പക്ക ഡെൻസ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇന്നലെ 6 മണിയൊക്കെ ആകുമ്പം അത് തുറക്കും. അപ്പോൾ അതുവഴി പോയാൽ ഫുൾ നമുക്ക് ആനിമൽ സ്പോട്ട് ചെയ്യാനുള്ള ഏറ്റവും കിടിലം സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഒരു 9 മണി വരെ ആന, പുലി, മാന്, കടുവ, കടുവയുണ്ടോ എന്തോ, എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ നമുക്ക് ഓരോന്നിനെ കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ വരെ ട്രിപ്പ് പോയതിൽ നമ്മൾ ഇതുവരെ ഒരു എന്താ പറയുക, പശുവിനെ അല്ലാതെ നമ്മൾ വേറെ ഒന്നിനെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രിപ്പിനെങ്കിലും നമുക്ക് കുറച്ച് വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയാൽ അത്രയും ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു കാലാവസ്ഥ വീണ്ടും മാറി, കുറച്ചുകൂടെ തണുപ്പായി. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട് കേട്ടോ. ദൂരമൊക്കെ ഉണ്ടോ, നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല രീതിക്ക് തണുപ്പുണ്ട്. ഇവിടെയൊക്കെ സ്റ്റേ എടുത്താൽ നല്ല വ്യൂ ഉള്ള സ്റ്റേ കിട്ടിയാണ്.
അപ്പോൾ നമ്മുടെ കുറുവാദ്വീപ് വരുന്നത് ഈ റൂട്ടാണ് കേട്ടോ. നമ്മുടെ 7 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പം കുറുവാദ്വീപും കൂടെ കയറണം. അകത്തോട്ട് 7 കിലോമീറ്ററും കൂടെ പോയാൽ കുറുവാദ്വീപായി. വയനാട് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഒരേ റൂട്ട് തന്നെ പോകുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം കണ്ട് പോവാം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാട്ടിക്കുളം. നമുക്ക് ഇവിടുന്ന് പനവല്ലി എന്ന് പറഞ്ഞ ആ റൂട്ടിലോട്ട് വേണം കയറാനായിട്ട്. തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള റൂട്ടും കൂടിയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ലെഫ്റ്റ്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുള്ള് കാപ്പിത്തോട്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ തിരുനെല്ലി ബോർഡ് കണ്ടിരിക്കുകയാണ്. നേരെയാണ് നമുക്ക് തിരുനെല്ലി, അതായത് ഈ ടേൺ അടിച്ച് ഇങ്ങനെ പോകണം. ഇത് കണ്ടോ, ഒരു ട്രാക്ടർ കം JCB കം രണ്ടിൻ്റെ ഒരു മിക്സ്, രണ്ടിനും ഉണ്ടായതുപോലെ ഉണ്ട്. ഇറങ്ങി വന്നപ്പോൾ ആ ഒരു വ്യൂ നോക്ക്. ഇതാണ് കരിമ്പും കൃഷി. വെട്ടാനായിട്ട് ചേട്ടൻ ഇറങ്ങി പോകുന്നുണ്ട്. അത് കരിമ്പാണ് കേട്ടോ. ഈ ഒരു വ്യൂ നോക്ക്, ഒരു രക്ഷയില്ലല്ലേ. കുളിരം. ഇതൊരു ചെറിയൊരു അരുവിയാണ് കേട്ടോ. അതുകൊണ്ടോ ഇഷ്ടം പോലെ ഉരുളം കല്ലുകളാണ് കിടക്കുന്നത്. അധികം വെള്ളമൊന്നുമില്ല, എന്നാലും കൊള്ളാം. ഒരു റൂട്ട് ഒരു രക്ഷയില്ലല്ലേ. നോക്ക്, ഫുള്ള് കവുങ്ങും കാപ്പിയും. എൻ്റെ അമ്മയെ നോക്ക്, എന്ത് ഭംഗി നോക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല വ്യൂ ഉള്ള സ്ഥലം. പല തരം കൃഷികളാണ്. എന്തൊക്കെയാണെന്ന് ഒറ്റനോട്ടത്തിൽ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയൊക്കെ വന്നപ്പോഴത്തേക്കും ഫുള്ളും കോട മൂടി കിടക്കുകയാണ് ആ മല. കിട്ടില്ല സ്ഥലത്ത്. വാഴക്കൃഷിയുണ്ടോ? വാഴകളെല്ലാം കുലച്ച് നിൽക്കുകയാണ്. ഒന്നും വെട്ടാറായിട്ടില്ല, എല്ലാം ആവുന്നേ ഉള്ളൂ. ഗൈസ്, ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു സമാധാനമാണെന്നറിയോ. ഭയങ്കര കാമൻ ക്വയറ്റാണ്. ഇപ്പോഴാണ് ആ വണ്ടികളൊക്കെ വന്ന് അവിടെ നിർത്തിയത്. ഇത്രയും നേരം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ, ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട്. കിടിലം ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ കിടിലം ഫ്രെയിം. കുറേ ഫോട്ടോസ് എടുത്തു വണ്ടിയുടെ. ഇപ്പോഴും തനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇനി നമുക്ക് പയ്യെ സമയം കളയാതെ അവന്മാരങ്ങ് വിട്ടുപോയി. ഞാനിവിടെ പിന്നെ ഇത് കണ്ടുകൊണ്ട് ഇവിടെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ. അത് കണ്ടോ, ഒരു പഴയ ഒരു എന്താ പറയുക, ഷെഡ് പോലത്തെ സംഭവമാണ് കേട്ടോ. ഇവിടെ ഫോറസ്റ്റ് ഡോർമിറ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. അതാ ഇതുവഴിയാണ് പോകുന്നത്. ബ്രഹ്മഗിരി എക്കോ ടൂറിസം സെൻ്ററാണ് അത് അങ്ങോട്ട്. ഇവിടുത്തെ KTDCയുടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഹോസ്റ്റലും ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒന്നും ഇത് കാണത്തില്ല. ഹോസ്റ്റലൊക്കെ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ തിരുനെല്ലി എത്തിയിരിക്കുകയാണ്. തിരുനെല്ലി അമ്പലം നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. നമ്മളിതാ തിരുനെല്ലി അമ്പലത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. KSRTC ഒക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. നമുക്കിവിടെ എവിടെയെങ്ങാനും വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ അകത്ത് കയറി തൊഴുതു. മുളയരി പായസമൊക്കെ കുടിച്ചു കേട്ടോ. ക്യാമറ നമ്മളൊരു കടയിൽ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗും ഹെൽമെറ്റും എല്ലാം കൂടെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു അമ്പലമാണ് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ഉള്ളൊരു അമ്പലമായിരുന്നു. സമയം ഇപ്പോൾ എത്രയായി? 9:30 കഴിഞ്ഞു കേട്ടോ. നല്ല തിരക്കുണ്ട്. അത് ഞായറാഴ്ച ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പൊതുവേ ഇവിടെ തിരക്ക് കുറവാണ്. അപ്പോൾ അടുത്ത പരിപാടി ഞങ്ങളെ മുത്തങ്ങ കയറാനായിട്ടുള്ള പരിപാടിയാണ്. ഇവിടുന്ന് മൈസൂരൊക്കെ അടുത്താണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ഒരു പ്ലാൻ ഇട്ടു മൈസൂർ പോയാലോ എന്ന്. പക്ഷെ പോയാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഏകദേശം പാതിരാത്രി കഴിയും. നമുക്ക് നാളെ രാവിലെ തിരിച്ചു പോകാനുള്ളതല്ലേ. അതല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ നിൽക്കണമായിരുന്നു. ഇവിടെ പാൻ പാർക്ക് ഉണ്ട് കേട്ടോ. ഉമ്മാർ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഞാൻ ആ വണ്ടിയുടെ സെൻട്രലായിട്ട് വെച്ചു. അതുകൊണ്ട് പൈസ കൊടുക്കേണ്ടി വന്നില്ല. തിരുനെല്ലി അമ്പലവും
കാര്യങ്ങളും എല്ലാം കണ്ടു, മനസ്സ് നിറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോഴുള്ള കുഴപ്പം ഇതാണ്, ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെയാണ്. നമ്മളെ സമയം ഫുള്ളും അവിടെ പോവും. നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അധികം ടൂറിസ്റ്റ് സ്പോട്ട് പോകാത്തത്. നമുക്ക് റോഡ് എൻജോയ് ചെയ്യാം, അതുപോലെ വ്യൂസൊക്കെ നോക്കി അടിപൊളിയായി പോവാം. നമ്മളങ്ങനെ ആ തിരക്കിൽ നിന്നൊക്കെ ഇറങ്ങി അടുത്ത ലക്ഷ്യസ്ഥാനത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നിവേദ്യമായിരുന്നു. നിവേദ്യത്തിനായിട്ട് നട അടച്ചിട്ടേക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റോളം ക്യൂ നിന്നിട്ടാണ് തൊഴാൻ പറ്റിയത്. 1000 വർഷമെങ്കിലും പഴക്കമുണ്ട് അമ്പലത്തിന്. ബ്രഹ്മാവിനായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ബ്രഹ്മാവാണ് ആ അമ്പലം പ്രതിഷ്ഠിച്ചത്. മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുള്ളൂ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ അമ്പലം നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ ആരും ഇല്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പച്ചപ്പരവതാനി വിരിച്ച ഒരു റോഡിൽ കൂടെ നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് പോവുകയാണ്. എന്തുകൊണ്ടാണ് ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? നോ നേച്ചർ നോ ഫ്യൂച്ചർ. നമ്മൾ ജംഗ്ഷനിൽ നിന്ന് കാട്ടിക്കുളം പനവള്ളി റൂട്ടിലോട്ട് കയറി കേട്ടോ. ആ ഒരു രാവിലത്തെ തണുപ്പൊക്കെ മാറി അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം. ഞാനാണെങ്കിൽ ജാക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തില്ല, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഈ വെയിൽ ഫുള്ളും കൊണ്ട് വേണം ഇനി പോകാൻ വേണ്ടി. നമ്മൾ നേരത്തെ നിന്ന സ്ഥലമാണ്. നമ്മൾ നേരത്തെ നിന്നപ്പോൾ വെയിലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല വെയിലായി. ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം കേട്ടോ, മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. അത് രണ്ട് സൈഡിലും ആ മഞ്ഞപ്പൂ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. നടുക്കും ആ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ശ്രീഹരിയുടെ മാറ്റമൊക്കെ ഉണ്ടോ? ബാലക്ലാവൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഹെൽമെറ്റൊക്കെ വെക്കുള്ളൂ. അപ്പോൾ ഈ കടയിൽ ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. നല്ല വെയിലായി, കൈയൊക്കെ ഒരുമാതിരിയാകുന്നു വെയിലൊക്കെ കൊണ്ടിട്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം കുറുവാദ്വീപ് എന്ന് പറഞ്ഞ് ഞാൻ വഴി കാണിച്ചിട്ടില്ലായിരുന്നോ? അപ്പോൾ ആ വഴിയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അതായത് ഒരു ചങ്ങാടത്തിൽ കയറ്റി അപ്പുറത്തെ ഐലൻഡിൽ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കും. അതാണ് സംഭവം. നരൻ സിനിമയൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെയാണ് ശ്രീഹരി പറഞ്ഞത്. അത് കണ്ടോ, ഏറുമാടം പോലൊരു സംഭവം കെട്ടി വെച്ചേക്കുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. എന്തായാലും ഇവിടെ ആനകളും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ഉറപ്പിക്കാം. ഓ വാടാ, നോക്കിയിട്ട് വരാം. കുറുവാദ്വീപ് ഇങ്ങോട്ടാണ് കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആനയൊക്കെ ഉള്ള വഴിയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആന, പുലി, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. നമുക്കിതാ ചെതൽപ്പുറ്റുകൾ കാണാം കേട്ടോ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ചെതൽപ്പുറ്റ്. ഇത് കണ്ടോ, മറ്റേ വാൽമീകിയൊക്കെ ഇതിനകത്തിരുന്നല്ലേ തപസ് ചെയ്തത്. ഇതുണ്ടോ, കടുവ, പുലിയൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള ഒരു ബോർഡൊക്കെയാണ് കണ്ടത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. പയ്യെ പോണം. എന്നാലും ഒരു രക്ഷയില്ലാത്ത സ്ഥലമല്ലേ, നല്ല പച്ചപ്പുണ്ട്. ആ പുല്ലൊക്കെ ഇങ്ങനെ തളർത്ത് കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഒരിടത്ത് നിർത്തരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നിർത്തി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതൊക്കെ ഏത് സമയത്ത് എവിടുന്ന് ചാടി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട് കേട്ടോ. അവിടെ കുറുവാദ്വീപ് എന്ന് പറഞ്ഞിട്ട് അതേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 650 മീറ്ററേ ഉള്ളൂ കുറുവാദ്വീപ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ വണ്ടികളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ. അങ്ങോട്ട് കയറ്റി വിടൂലേ? അത് ടിക്കറ്റ് തീർന്നെന്നാ? അയ്യോ, നമ്മളിവിടെ എത്തിയപ്പം ടിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത്. നമുക്കിനി അങ്ങോട്ട് നടന്നു പോകേണ്ടി വരും അല്ലേ? ആ ഐലൻഡിലോട്ട് പോകാൻ പറ്റില്ല അല്ലേ ഇനി?
ഓ ദൂരെ നിന്ന് ഐലൻഡ് കാണാം, അത്രയല്ലേ. ശ്രീഹരിക്ക് ഉടനെ മൂത്രമൊഴിക്കാൻ മുട്ടി ഓടിയിട്ടുണ്ട്. പിന്നെ ഓരോ 1 മണിക്കൂർ ഇവിടെ വിട്ട് അവന് മുള്ളണം തോന്നുന്നു കേട്ടോ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വന്നെന്നും പറഞ്ഞവൻ്റെ ജി ഷോക്കിൻ്റെ കഥ ആ റൂമിൽ ചെന്നിട്ട് പറയാം. ഇത് കണ്ടോ, ഒരു വലിയ മരം വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോഴും വളർച്ചയൊക്കെയുള്ള മരമാണ്, മറിഞ്ഞ് വീണെന്നേ ഉള്ളൂ. ഇവിടെ ഒരാൾക്ക് 220 രൂപയാണ് കേട്ടോ മറ്റേ ചെങ്ങാടത്തിൽ പോകാനായിട്ട്. രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 3:30 വരെ ഉള്ളൂ ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്ക്, എത്ര വർഷം പഴക്കമുള്ള മരമായിരിക്കും അല്ലേ. ശ്രീഹരി നമുക്ക് ഈ സ്ഥലത്തെ പറ്റി ഒരു ബ്രീഫ് തരുന്നതായിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പറയും എങ്ങനെയാണ് ഈ കുറുവാദ്വീപിന് കുറുവാദ്വീപ് എന്ന് പേര് വന്നതും. ശ്രീഹരി ഇവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നെന്നൊക്കെയാണ് പറയണേ. ഇപ്പോൾ ചെങ്ങാടത്തിൽ വലിഞ്ഞ് കയറാനൊന്നും വയ്യ. പോരാത്തതിന് ഞങ്ങൾക്ക് മറ്റേ മുത്തങ്ങ പോയിട്ട് വരണമെങ്കിൽ തന്നെ ഏകദേശം 2-3 മണിക്കൂർ പിടിക്കും അങ്ങോട്ട്. തിരിച്ച് ഇങ്ങോട്ടും കൂടെ വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അതുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ മെയിനായിട്ടും നമ്മളെ മറ്റേ മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടമുണ്ട്. ആ ചങ്ങാടത്തിലാണ് ഇതിലോട്ട് കൊണ്ടുപോകുന്നത്. കുറുവാദ്വീപ് എന്ന് പറയുന്നത് 950 ഏക്കറോളം വരുന്ന വിസ്തൃതിയിലുള്ള ഒരു ഐലൻഡാണ്. അവിടുത്തെ കബനി നദി എന്നൊരു നദിയുണ്ട്. ആ നദിയുടെ നടുക്കാണ് ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. കബനി നദി. ഓക്കെ. മെയിനായിട്ട് ഈ ഐലൻഡിൽ ആരും താമസിക്കുന്നില്ല. നമ്മളെപ്പോലുള്ളവരെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി നമ്മളെപ്പോലുള്ളവർ കൊണ്ടുപോകണോ? നമ്മളെപ്പോലുള്ളവരെ കൊണ്ടുപോയി ഉള്ളത് ഫ്ലോറ ഫോണ, അതായത് സസ്യജാലങ്ങളും വളരെ റെയറായിട്ടുള്ള കുറേ സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ട്. ഡൈനസോറൊക്കെ ഉണ്ടോ? അപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നപ്പോൾ അങ്ങനെ പോയി. ഇവിടെ നിന്ന് ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ കയറ്റി വിടുള്ളൂ. എന്തോ ഭാഗ്യത്തിന് നമുക്ക് തുറന്നു തന്നു. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാം. ഇവിടെ നിന്ന് ചെങ്ങാടത്തിൽ കയറ്റി അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പുറത്താണ് ഐലൻഡ്. അവിടെ മറ്റേ റെയറായിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും ജീവികളും എല്ലാം ഉണ്ട്. അതൊക്കെ കണ്ട് തിരിച്ചിങ്ങോട്ട് വരാം. നീന്തലറിയാമെങ്കിൽ നീന്തി അങ്ങ് പോകായിരുന്നല്ലേ. അവിടെ ആ പോലീസുകാരൻ പറയുന്ന കേട്ടോ മുതലുണ്ടെന്ന്. ഉണ്ടോ? ആ നന്നായി. ഇത് മറ്റേ റെയിൽവേ ട്രാക്ക് പോലെയാണ് കേട്ടോ. ഓരോ കയറിൽ പിടിച്ച് ഓരോ സ്ഥലത്തോട്ട് പോകും. എന്തായാലും നമ്മളെ ഇവിടുന്ന് കാണാനെങ്കിലും അനുവദിച്ചില്ലേ, എത്രയും നല്ലത്. ബൈറ്റ് ഫോഴ്സ് എത്ര അറിയാം? 3400 PSI. ലോകത്തിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ബൈറ്റ് ഫിയറ്റ് ഉള്ളത്. അപ്പുറത്തുള്ള ആൾക്കാരെ എല്ലാം എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് ചെങ്ങാടം സർവീസ്. താങ്ക്സ് ചേച്ചി. പുട്ടിൻ സ്റ്റൈൽ. ഒന്നുകൂടെ നടന്നു പോവാ. ഇങ്ങനെ പുട്ടിന് ഇത് കാണണ്ട. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ നിനക്ക് മനസ്സിലായത് വിളഞ്ഞതാണ്. ഇത് മാംസവും ഇവൻ മറ്റേതാണ് കേട്ടോ, LGBTQ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറുവാദ്വീപിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടിറങ്ങി. അപ്പോൾ ഇവിടുത്തെ ആ കരികുടിച്ച ചേട്ടൻ പറഞ്ഞത് മഴ സമയത്ത് പോകുമ്പോഴേ നമുക്ക് ആ കാടിൻ്റെ ഒരു ഫീലുള്ളൂ കേട്ടോ. മുത്തങ്ങ റൂട്ടാണെങ്കിലും ശരി, നമ്മളിപ്പോൾ വന്ന റൂട്ടാണെങ്കിലും ശരി, ഏത് റൂട്ടാണെങ്കിലും നമ്മൾ ആ മഴയത്ത് പോകുമ്പോഴേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. പിന്നെ റീലും കണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. റീലിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്ക് കിടിലം വൈബ് കിട്ടും. നമ്മൾ ഇപ്പം വന്ന വഴിയെല്ലാം റീലിൽ കണ്ട വഴികളൊക്കെയാണ്. പക്ഷേ എന്താ പറയുക, ഫെയിലാണ് ഇവിടെ പൊതുവെ. മഴയില്ലാത്തടത്തോളം നമുക്ക് ആ ഒരു ഫീല് കിട്ടണമെന്നില്ല. ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇടത്തോട്ടൊരു റോഡുണ്ടായിരുന്നു. നമ്മുടെ മൈസൂർ റൂട്ടാണത്. ഏതൊരു കാടിൻ്റെ പേരൊക്കെ പറയുന്നത് കേട്ടു. ആ റൂട്ട് പോയാൽ നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു കാട്ടിക്കൂടെ പോകുന്ന ഒരു ഫീല് കിട്ടും. ഈ വണ്ടികൾ കൂടുതൽ പോകുന്നതുകൊണ്ട് തന്നെ മൃഗങ്ങളൊന്നും അധികം വെളിയിലോട്ട് ഇറങ്ങാൻ ചാൻസ് ഇല്ല. എല്ലാം ഉള്ളിലോട്ട് പോയി കാണും.
വരണ്ടുണങ്ങി കിടക്കുന്ന ഒരു കണ്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ മഴ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. മഴയും കാര്യങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതാ നോക്കത്താ ദൂരത്ത് പടർന്ന് കിടക്കുന്ന ഒരു വയലുകൾ, അതുപോലെ കുറേ ചെറിയ കുടിലും കാര്യങ്ങളൊക്കെ കാണാം. തനി ഗ്രാമീണ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. ഇത് ആമ്പൽക്കുളമാണ് കേട്ടോ അവിടെ. താഴെ കാണുന്നത് ആമ്പൽക്കുളമാണ്. അവിടുന്ന് കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ നിർത്തിയിരിക്കുകയാണ്. ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണത്തില്ലേ, ഈ രണ്ട് പാടങ്ങൾക്കിടയിലൂടെ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്, അതേപോലെ ഇരിക്കുന്നു കേട്ടോ. രണ്ട് സൈഡും പാടങ്ങളാണ്, എല്ലാം ഉഴുതു മറിച്ചിട്ടേക്കെയാണ്. അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. റോഡ് വളരെയധികം മോശമാണ്. നമ്മൾ തേടിയ വള്ളി കാലിച്ചുറ്റി. ഇതേ ആനയെ കണ്ടോ? അങ്ങനെ ആനയെ കണ്ടിരിക്കുകയാണ്. അവിടെ രണ്ടുപേരും കൂടെ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. റൈഡ് ജീവിതത്തിലെ ആദ്യത്തെ വൈൽഡ് ആനിമൽ സ്പോട്ടിങ് ആയി. 2 ആനയെ കണ്ടു, സമാധാനമായി. വയനാട് വന്നിട്ടെങ്കിലും ആനയെ കാണാൻ പറ്റി. ആ ഭാഗത്തോട്ട് എലിഫൻറ്റ് വാലി റിസോർട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഈ കാട്ടിൻ്റെ നടുക്ക് താമസിക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ വിളിച്ച് ചോദിക്കേണ്ടി വരും. നമ്മൾ മറ്റേ വട്ടവടയ്ക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഫ്രെയിം പോലെ ഇരിക്കുന്നത്. നടുക്കൂടെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. കിട്ടില്ല വൈബുള്ള സ്ഥലം. നമുക്ക് പൊളിയല്ലേ. ഇവിടെ നിന്ന് നിർത്താൻ പാടില്ല കേട്ടോ വണ്ടി. ഫോറസ്റ്റുകാർ വല്ലതും കണ്ടാൽ അപ്പം ഫൈൻ അടിച്ച് തരും എന്നൊക്കെയാണ് അവിടുന്ന് ചേട്ടൻ പറഞ്ഞത്. ഉള്ളതാണോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ വണ്ടി നിർത്തുന്നത് സീനാണ്. അതുകൊണ്ട് നമുക്ക് പയ്യെ കാര്യങ്ങളൊക്കെ കണ്ടങ്ങ് പോവാം. ഞാൻ എൻ്റെ ക്യാമറയുടെ ബാറ്ററി മാറ്റാനൊന്ന് നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ഏതൊക്കെയോ കിളികളിങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റും. സൗണ്ട് ഉണ്ടാക്കാതിരുന്ന റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ അതാണ്. റോഡ് ഇച്ചിരി എന്താ പറയുക, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇത് ഒരു കാട്ടുവാസി ഇന്ന് കണ്ടോ, കുറുവ സംഘമാണെന്ന് തോന്നുന്നു. ഇത് വളരെ റയറായിട്ട് കാണുന്ന ഒരു നിയാൻഡർതാൽ മനുഷ്യനാണ്. നിയാൻഡർതാൽ മനുഷ്യൻ പിടിച്ച് കുഞ്ഞല്ലേ, ഒന്ന് കുഞ്ഞു അമ്മയും കുഞ്ഞുവാ. അവരെങ്കിലും കണ്ടല്ലോ, സന്തോഷമായി. ഈ റോഡ് എങ്ങോട്ടാ പോകുന്നേ? പുതുപ്പള്ളിയോ? പുൽപ്പട്ടി സുൽത്താൻ ബത്തേരി. ഇവൻ പറഞ്ഞ് എവിടെ ആന? മാന്. ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങാറായി. ആ മാനിനെ കണ്ടാ നിർത്തണേ. ആ ഒരു സ്ട്രെച്ച് നോക്ക്, നല്ല കീട്ടിലും വ്യൂ അല്ലേ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഉള്ളിലോട്ടൊക്കെ ഓരോരോ മൃഗങ്ങൾ കാണും. അധികം എവിടെ നിൽക്കണോ? അവനവിടെ സജിൻ ക്യാമറ ഫിറ്റ് ചെയ്യാൻ. ആ മെടുക്കൻ. ചോദിച്ചാ
ഈ വളർന്നു നിൽക്കുന്നത് തേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഫുള്ളും റിസർവ് ഫോറസ്റ്റ് അല്ലേ, അപ്പം തേക്കാണെന്ന് തോന്നുന്നു വളർന്നു നിൽക്കുന്നത്. അത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. നമ്മളങ്ങനെ ഫോറസ്റ്റ് റൂട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇതാണ് ചെക്ക് പോസ്റ്റ്. കണ്ടോ ഗേറ്റ്, കണ്ടോ മുള്ളു ഗേറ്റ് പോലത്തെ ഗേറ്റ്. അയ്യോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതുപോലുള്ള റോഡിലോട്ട് കയറി. അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇവിടെയാണ് ഫെൻസിങ് ഒക്കെ ഉള്ളത് കേട്ടോ. ആ സൈഡൊക്കെ ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് കൃഷിയാണ് കേട്ടോ, കാപ്പി കൃഷി. അതുകൊണ്ടാണ് ആ സൈഡ് ഫുള്ളും ഫെൻസിങ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും കൊള്ളാം. നമ്മളിപ്പോൾ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണം കേട്ടോ. പുൽപ്പള്ളി അത് കഴിഞ്ഞാൽ പിന്നെ സുൽത്താൻ ബത്തേരി. അങ്ങനെയാണ് നമ്മുടെ റൂട്ട് വരുന്നത്. പോസ്റ്റ് ഓഫീസാണ് കേട്ടോ, പഴയ ഒരു പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഞങ്ങളങ്ങനെ സുൽത്താൻ ബത്തേരിക്കുള്ള റൂട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് വേണം മുത്തങ്ങയ്ക്ക് പോകാൻ. വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 12:20. എവിടുന്നെങ്കിലും നല്ല ഫുഡും കഴിച്ചിട്ട് വേണം നമുക്ക് മുത്തങ്ങ പിടിക്കാൻ. നല്ല വെയിലുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ള് താനടിച്ചൊരു വഴിയായി. ഇത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കിട്ടുന്ന റൂട്ടാണ് കേട്ടോ. അത്യാവശ്യം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. വണ്ടികൾ അത്യാവശ്യമുണ്ട്, തീരെ കുറവുമല്ല എന്നാൽ തീരെ കൂടുതലുമല്ല. നമുക്കിത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ വഴി. നമ്മളങ്ങനെ വയനാട് വന്യജീവി സങ്കേതത്തിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ വെള്ളം കുടിക്കാൻ നിർത്തിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടൊരു കുപ്പി വെള്ളം വാങ്ങിച്ചു. കഴിക്കുന്നത് ഇനിയിപ്പോൾ സുൽത്താൻ ബത്തേരി എത്തിയിട്ടേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ പെട്രോൾ ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഹാഫ് ടാങ്കിലും താഴെയായി. ഇനിയിപ്പോൾ 4 കട്ടയും കൂടെ ഉള്ളൂ. ഫോറസ്റ്റ് ഏരിയ അങ്ങനെ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞതാണ് ആ ചെക്ക് പോസ്റ്റ്. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഏകദേശം 110 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തു. നമ്മളങ്ങനെ സുൽത്താൻ ബത്തേരി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മുത്തങ്ങ ഒരു 13 കിലോമീറ്ററും കൂടെ ഉണ്ട്. മുത്തങ്ങ 12, ഗുണ്ടൽപേട്ട് 54, മൈസൂർക്ക് 113 കിലോമീറ്റർ. നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ നോക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-15 മിനിറ്റായി. അയ്യോ 20 minutes later. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. ചേച്ചി പോലെ നടത്തുന്ന ഇതാണ് ഹോട്ടലാണ്. ഊണും ഈ വറുത്തതും കൂടെ 120. ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞതാ മുത്തങ്ങ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ല. ഇന്നലെയൊന്നും വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് ഭയങ്കര വെയിലാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല മഴയാണ് കേട്ടോ. തിരുവനന്തപുരത്തൊക്കെ ഞാൻ ഇപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞാണ് നല്ല മഴയുണ്ട്. അത് ഇവിടുന്ന് ഊട്ടിയിലോട്ടൊക്കെ പോകാൻ എളുപ്പമാണ് കേട്ടോ. ഈ റൈറ്റിലോട്ട് കിടക്കുന്ന റോഡ് ഊട്ടി റോഡാണ്. ഇതുവഴി പോയാൽ നേരെ ഊട്ടി എത്തും. നമ്മളങ്ങനെ മുത്തങ്ങ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് മറ്റേ ഇതുണ്ട്, സഫാരി ഉണ്ടെന്ന് തോന്നുന്നു, വയനാട് വൈൽഡ് ലൈഫിൻ്റെ സഫാരി. ഇത് വേറൊരു ചെക്ക് പോസ്റ്റാണ് കേട്ടോ. കോട്ട് ഫൈൻ 2000 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിർത്തിയ. നമുക്കിനി റൂമിലോട്ട് ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട്. വാടാ. സത്യം പറഞ്ഞാൽ നമ്മൾ വയനാട് ഫുൾ ഇപ്പോൾ ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ചു. ഇറങ്ങിയില്ലെന്നേ ഉള്ളൂ, ഫുൾ ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ചു. ഞാൻ തോന്നുന്നു കേട്ടോ ആക്സിഡൻറ്റ്. ഓട്ടോ ഇടിച്ച് തെറിപ്പിച്ച്. നമ്മളങ്ങനെ നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. ഏകദേശം ഒരു 2 മണിക്കൂർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം അത്രയും വെയിലും കൊണ്ട് നമ്മൾ അത്രയും ദൂരം വണ്ടി ഓടിച്ചതല്ലേ. അപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ ഞങ്ങൾ 3 പേരും കിടന്ന് ഉറങ്ങി. വയനാട് ഫുള്ള് നമ്മൾ ചുറ്റി കാണുക ചെയ്തത്. വയനാട്ടിലുള്ള എല്ലാ മെയിൻ സ്ഥലങ്ങളും. രാവിലെ നമ്മൾ ആദ്യം തിരുനെല്ലി പോയി അമ്പലത്തിൽ പോയി തൊഴുത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ പുൽപ്പള്ളി, പിന്നെ അവിടെ ആയിരുന്നു പുൽപ്പള്ളിയിൽ നിന്ന് പിന്നെ സുൽത്താൻ ബത്തേരി ആ റൂട്ടൊക്കെ ഒന്ന് എക്സ്പീരിയൻസ്. നമ്മള് മുത്തങ്ങ പോയി, മുത്തങ്ങന്ന് കൽപ്പറ്റ, അങ്ങനെ വയനാട് ഫുള്ള് സ്ഥലങ്ങളെല്ലാം കണ്ട്.
ഇവിടെ ഉള്ളവര് പറയുന്ന അടുത്ത മാസം മഴ സ്റ്റാർട്ട് ചെയ്യുന്നതാ. അപ്പൊ ആ സമയത്ത് വന്നാലേ എന്തേലും ഉള്ളൂ. നാളെ നമ്മൾ ഇനിയിപ്പം കുറ്റ്യാടി ചുരം വഴിയാ തിരിച്ചു പോകാൻ പോണേ. അപ്പൊ അതിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. വീട്ടിലത്തോട്ടാണെങ്കിൽ 470 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ നാളെ നമ്മൾ ഹൈവേ പിടിച്ചാൽ പോകാൻ പോണേ. കുറ്റ്യാടി ചുരം വഴി നമ്മള് തോട്ടൽ പാലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് കോഴിക്കോട് ബൈപ്പാസ് വഴി സ്ട്രെയിറ്റ് 5:30 ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയി പോത്തുംകാല് കിട്ടുമെന്ന് നോക്കണം. ഞങ്ങൾ ഇന്നലെ ഒരു കടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് ഇനി കിട്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയി നോക്കുകയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോത്തിൻകാല് കിട്ടുന്ന ലെഗ് കിട്ടുന്ന കട ഏകദേശം ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ സമയം ആയപ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കട എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ തേടി വന്ന സാധനം കിട്ടി. ഹാപ്പി ഏകദേശം 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്യണം. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒന്ന് ഇത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അതൊന്നുമില്ല, അതാണ് കാലിൻ്റെ ആ ജോയിന്റ് വരുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നു. 1030 രൂപ ആ റേഞ്ച് ആയിട്ടുള്ള ഒരു പോത്തുംകാലും 3 പൊറോട്ട 3 പത്തിരി അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക്. ഏരിയൊക്കെ അത് വടിച്ച് നക്കി ഒരു വിധം എങ്ങനെയൊക്കെ വലിച്ച് പറിച്ച് തിന്നു. നീ തന്നെ ആ എല്ലൊക്കെ എടുത്ത് കടിക്കാനൊക്കെ നോക്കി. അവസാനം അവിടെ ഉള്ളവര് പറഞ്ഞ് എണീറ്റ് പോടാം എന്ന് പറഞ്ഞപ്പോഴാണ്. ഇപ്പോ നമ്മളിതാ ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് ഇതാ കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. നാളെ ഫുൾ ഡേ ഒറ്റ സ്ട്രെച്ചിന് തിരുവനന്തപുരം പിടിക്കാനുള്ള പരിപാടിയാണ്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. മിക്കവാറും ഒരു രാത്രി ഒരു 10-11-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീടെത്തുമായിരിക്കും. അപ്പോൾ ഒരുത്തൻ എപ്പോഴും ബാത്റൂമിലാണ്. അവൻ വല്ലപ്പോഴും ഒക്കെയാണ് അതിൽ നിന്ന് ഇറങ്ങുന്നത്. വെളിയിലോട്ട് പോകാൻ നേരത്ത് മാത്രമേ ഇറങ്ങി വരും. തിരിച്ചിവിടെ വരും ഭാഗത്ത് കയറിയിരിക്കും. അപ്പോൾ വീണ്ടും നമുക്കൊരു മഴക്കാലത്ത് ഇനി എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങോട്ട് വരാം എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നാളത്തേക്ക് ജസ്റ്റ് എണീറ്റ് പോവുക. അത്രയുള്ള പരിപാടി. അതൊക്കെ തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. സോ ദിസ് മീ സോൾവാണ്ടർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ട്രിപ്പ് ഡിലേ ആവുന്നത്. ഈ മഹാൻ കാരണമാണ്. ചെറുക്കന് ലീവും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും. ഇവനില്ലാതെ ട്രിപ്പ് പോയാൽ ഇവൻ പിണങ്ങും. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രിപ്പൊന്നും പോവാത്തത്. പിന്നെ ചെറിയ ട്രിപ്പ് മാത്രമേ ഞാനും സജിനും ചെയ്യാറുള്ളൂ ഇവനില്ലാതെ. അടുത്ത ട്രിപ്പിന് എന്തായാലും വരണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം കേട്ടോ. എങ്കിലേ ഇവൻ വരുള്ളൂ. അല്ലേ? അതെ. ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരനാ. അടുത്ത വീഡിയോ കാണാന്ന് പറയാം. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത അടിപൊളി സ്ഥലത്ത് നമ്മൾ പോകുന്നതായിരിക്കും. അടിപൊളി സ്ഥലം വീട്ടിലോട്ട് പോണ വീഡിയോ. അപ്പോൾ ബാത്റൂമിലാണ് അവൻ. അല്ലെങ്കിൽ അതിനകത്ത് കയറ്റി കാണിക്കായിരുന്നു ഏത് അവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ബൈ.